ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു വാചകം ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ഡാഷ് ഡാഷ് ഡാഷ്. ഈ വാചകം വേറൊരാളുടെ അടുത്ത് നിന്ന് ഞാൻ കടമെടുത്തതാണ്. ആ വാചകം ഫില്ല് ചെയ്യണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല കേട്ടോ. പക്ഷേ എപ്പിസോഡ് കണ്ട കുറച്ച് പേരെങ്കിലും ആ വാചകം ഫില്ല് ചെയ്ത് കമൻറ്റ് ബോക്സിലിട്ടു. ചിലരെഴുതി ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് പബ്ലിക് സ്പീക്കർ. വേറെ ചിലരെഴുതി ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം എ ഡാൻസർ. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെന്ന് എഴുതിയവരുണ്ട്. പിന്നെ ഒരാൾ എഴുതി ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം എ ഡിസിപ്ലിൻഡ് പേഴ്സൺ. ഇങ്ങനെ പല കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ആളുകൾ ഇത് ഫില്ല് ചെയ്തു. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായി, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ചില സ്വപ്നങ്ങളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അത് ചെയ്തിരിക്കണം. അങ്ങനെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയാണ് കഴിഞ്ഞ തവണ ഞാൻ ചെയ്തത്. ഇത്തവണ നേരെ തിരിച്ചാണ്. പ്രസൻറ്റ് ലൈഫിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നോ? നിരന്തരം നമ്മളെല്ലാവരും തന്നെ ചെറിയ തോതിലെങ്കിലും സ്ട്രെസ്ഡാണ്. സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിഭവങ്ങൾ കയ്യിലില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും. അങ്ങനെ പ്രസൻറ്റ് ലൈഫിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് പണവും സമയവും. ഇത് രണ്ടിൻ്റെയും ലഭ്യതയേക്കാൾ അധികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് പണമുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം. നമുക്കെല്ലാവർക്കും വലിയ സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി തരേണ്ട ഒന്നാണ് പണം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുതരാൻ നമ്മളെ സഹായിക്കേണ്ട ഒന്നാണ് പണം. പണം ഈ രീതിയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാകലല്ല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരുപാട് പണം ഉണ്ടാവും, അവർക്ക് പക്ഷേ സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവില്ല. അവരുടെ മനസ്സിലെപ്പോഴും ഈ പണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാകാം. ഒരുപാട് പണം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരാം. എത്ര സമ്പാദിച്ചാലും മതിയാകാത്ത ചിലരില്ലേ, അവർ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പണമുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളില്ലേ, പണം നമുക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി തരണം, ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ അത് നമ്മളെ സഹായിക്കണം. ഈ രീതിയിൽ പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ട വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പണമുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളിൽ ഏറ്റവും വലുതാണ് കേട്ടോ കടങ്ങൾ. ചില ആളുകൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടം അടക്കുന്ന പോലെ കടത്തിന് മീതെ കടം ആയിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവസാനം എന്ത് പറ്റും? ചില ആളുകൾ നാട് വിട്ട് പോകേണ്ടതായിട്ട് വരും. നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കടക്കാർ പിന്നെ വിടില്ല. അതുകൊണ്ട് സ്വന്തം വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. വേറെ ചിലർ അവസാനം ഗതിയില്ലാതെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ കടം. അതുകൊണ്ട് അതിനെ ഗൗരവത്തിലെടുക്കണം. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് നമുക്കുള്ള കടങ്ങൾ എഴുതണം. എന്തൊക്കെ കടങ്ങളാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ എഴുതുമ്പോൾ ഒരാൾക്കൊരു 10 ചെറിയ കടങ്ങളും ഉണ്ട്, 2-3 വലിയ കടങ്ങളും ഉണ്ട്. വലിയ കടങ്ങൾക്ക് പലിശ കൂടുതലുള്ള കടങ്ങളുണ്ടാവും. ചെറിയ കുറേ കടങ്ങളില്ലേ, അത് മാക്സിമം കൊടുത്തങ്ങോട്ട് തീർക്കുക. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. കുറേ കടങ്ങളങ്ങ് കുറയുമ്പോൾ ഒരു മനസ്സമാധാനം. മറ്റേത് നമ്പർ എടുക്കുമ്പോൾ എനിക്ക് 15 സ്ഥലങ്ങളിൽ കടം കൊടുത്ത് തീർക്കാനുണ്ട്. അതിനേക്കാൾ ഭേദമല്ലേ അതിൽ കുറേ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കടങ്ങളല്ലേ കൊടുത്ത് തീർക്കാനുള്ളൂ. പിന്നെ വേറൊന്നുണ്ട്, ഈ കൊച്ചു കൊച്ചു കടങ്ങളാണെങ്കിലും ഒരുപാട് പേരുടെ നിന്ന് ഇങ്ങനെ വാങ്ങുമ്പോഴേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകെ ടെൻഷനായിരിക്കും. ഇവരാരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമോ? പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ കടം വാങ്ങി തിരിച്ചു കൊടുത്തിട്ടില്ല ഈ ചിന്ത ഉണ്ടാകാം. ചിലർക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നും വരാം കേട്ടോ. പക്ഷേ ഭൂരിഭാഗം പേർക്കും അതുണ്ടാകാം. കടം കൊടുത്തു തീർക്കുന്നതിനെ പറ്റി സാമ്പത്തിക വിദഗ്ധർ പറയുന്ന മാർഗങ്ങളിൽ ഒന്നിതാണ്, കൊച്ചു കൊച്ചു കടങ്ങൾ കുറേ അധികം അങ്ങ് കൊടുത്തു തീർക്കുക. വലിയ കടങ്ങൾ അതിന് ശേഷമാവട്ടെ. അപ്പോൾ വലിയ കടങ്ങളിൽ പലിശ കൂടുതലുള്ളതെടുത്ത് ആദ്യം തീർക്കുന്നത് വേറൊരു മെത്തേഡാണ്. പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊച്ചു കൊച്ചു കടങ്ങൾ അങ്ങോട്ട് കുറേ തീർക്കുക, പിന്നെ വലിയ കടങ്ങൾ ഓരോന്നായിട്ട്
എടുത്ത് അതിൽ ഫോക്കസ് ചെയ്ത് എങ്ങനെയൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. തുടക്കമാണ് പലപ്പോഴും പ്രശ്നമേ. ചിലർ കടങ്ങൾ മൈൻഡ് ചെയ്യില്ല, അതവിടെ കിടക്കട്ടെ, വീണ്ടും കടങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ദുരന്തത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിനൊരു കണക്കുണ്ടാക്കി നമ്മളിത് അടക്കാനുള്ള മാർഗം, ഏത് തരത്തിൽ ഇത് അടച്ചു തീർക്കണം. അപ്പോൾ 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു. ഒന്ന് കൊച്ചു കൊച്ചു കടങ്ങൾ വേഗം വേഗം അടച്ചു തീർക്കുക, അല്ലെങ്കിൽ വലിയ കടങ്ങൾ കൂടുതൽ പലിശയുള്ളത് അടക്കാൻ തുടങ്ങുക. ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നത് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ഒരു ബാലൻസ് ഷീറ്റ് ഇല്ലെങ്കിൽ അത് വലിയ സമ്മർദ്ദത്തിന് കാരണമാകും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം, എക്സ്പെൻഡിച്ചർ, വരവ് ചെലവ്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം. നമുക്ക് ഒരു മാസം എന്ത് ചെലവ് വരുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു മാസം നമ്മൾ നമ്മുടെ ചെലവ് രീതികളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പിടികിട്ടും അല്ലേ, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻകം എത്രയുണ്ടെന്ന് നോക്കുക. മാസത്തിലൊരു മിനിമം ഇൻകം ഉണ്ടാക്കി തരുന്ന ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് ഇത് നമുക്ക് ഉണ്ടാകാം. ഇതിൻ്റെ കൂടെ ഉത്സാഹം ഉണ്ടെങ്കിൽ വീണ്ടും ജോലി ചെയ്ത് നമുക്ക് ഇൻകം ഉണ്ടാക്കാം. അങ്ങനെ മാസത്തിൽ നമുക്ക് എന്ത് ഇൻകം ഉണ്ട്. വരവിനേക്കാൾ കൂടുതലാണ് ചിലവെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏതെല്ലാം രീതികളിലാണ് നമ്മൾ ചിലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വെട്ടിക്കളയേണ്ട കുറേ ചിലവുകൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. സാധനങ്ങൾ വാങ്ങുന്ന രീതി തന്നെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കാതെ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കില്ല മിക്കപ്പോഴും വാങ്ങുന്നത്. പിന്നെ ചിലർക്ക് ഡിസ്കൗണ്ട് കണ്ടാൽ ആ സാധനം അവർ വാങ്ങിയിരിക്കും. വീട്ടിലേക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കാറേ ഇല്ല. ചില ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഓഫർ ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ടൂർ ബുക്ക് ചെയ്ത് ടൂറിന് പോവുക. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പണം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ നമ്മുടെ ചിലവിൽ ഈ കടങ്ങളും വന്ന് വിടുമല്ലോ. അപ്പോൾ ആ കടങ്ങൾ തന്നെ എങ്ങനെ കുറച്ചുകൂടി നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലാക്കാം. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാവുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വരവും ചിലവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ജോലി ചെയ്യാൻ ഉത്സാഹമുള്ളവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവണം. കൃത്യമായിട്ട് ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു വരുമാനത്തിനുള്ള സാധ്യത തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് പണം സമ്പാദിക്കുമായിരുന്നു. ഔദ്യോഗികമായിട്ട് ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കുറേ എക്സ്ട്രാ വർക്കുകൾ ഉണ്ടാവും. ഉത്സാഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്ത് എക്സ്ട്രാ ഇൻകം നമുക്ക് അവിടെ ഉണ്ടാക്കാം. വരവ് ചിലവൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണെന്നും മറന്നു പോകരുത്. മൂന്നാമത്തെ കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേശീയ സമ്പാദ്യ പദ്ധതി എന്നുള്ളൊരു പരിപാടിയിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ചേർക്കുമായിരുന്നു. കൊച്ചു കൊച്ചു എമൗണ്ടൊക്കെ അതിനകത്തിട്ട് ഒരു വലിയ എമൗണ്ടായിട്ട് അത് മാറുമായിരുന്നു. അപ്പോൾ അന്നേ തുടങ്ങി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ചെറിയ ധാരണകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വളർന്നു വലുതായി വന്നപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി. നമുക്കിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് സാധ്യതയുണ്ട്. പണം മുഴുവനും ഒറ്റയടിക്ക് ചിലവ് ചെയ്ത് തീർക്കാതെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ ധനം, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. റെഗുലറായിട്ട് പെൻഷൻ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഒരു പെൻഷൻ സ്കീം എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമുക്ക് രോഗം വരുമ്പോൾ ആ സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണത്തിൻ്റെ സ്ട്രെസ് ഒഴിവാക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് ഉണ്ടാവണം. ചിലർക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്തോളും, അല്ലെങ്കിൽ സ്ഥാപനം കവർ ചെയ്തോളും. കുറേ അധികം പേർക്ക് അതില്ല. ആ 2 ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കണം. വേണമെങ്കിൽ അത് ചെയ്തിരിക്കണം. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. റിസ്ക് കൂടുതലുള്ള, പലിശ കൂടുതലുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. എന്നാൽ അത്രയധികം റിസ്ക് ഇല്ലാത്ത സെക്യൂർഡ് ആയിട്ടുള്ള സ്കീംസും ഉണ്ട്. അപ്പോൾ എല്ലാം റിസ്ക് ഉള്ളതിലിടാതെ, എല്ലാം സെക്യൂർഡ് ആയിട്ടുള്ളതിലിടാതെ നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം. എല്ലാം കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റിലിട്ടിട്ട് സമ്മർദ്ദത്തിലാകരുത്. നമുക്ക് പറ്റാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കുറേശ്ശെ ആയാലും അതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ FD ഒക്കെ ഇടില്ലേ, ഞാനിങ്ങനെ FD ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 1-2 കുറികൾ നടത്താം. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. നമുക്കത് എങ്ങനെ ഇൻകം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടാവും.
എന്നാൽ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് സമ്മർദ്ദത്തിൽ കഴിയേണ്ട ആവശ്യവും നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുകയും വേണം. ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്നത്, ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവണം. FD ലിക്വിഡ് ക്യാഷായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. നമ്മൾ പറയില്ലേ, നമ്മുടെ അടുത്തൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഈ FD എമർജൻസി ഫണ്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. കുറച്ച് ഇൻട്രസ്റ്റ് കുറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, FD ലിക്വിഡ് ക്യാഷ് ആക്കി മാറ്റുന്നത് പോലെ ഇത് ലിക്വിഡ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ അംഗീകാരം ബഹുമാനമൊക്കെ കിട്ടാൻ വേണ്ടി ചിലർ പണം ചെലവഴിക്കും, യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്. എപ്പോഴും സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരു കാര്യം നമ്മൾ വാങ്ങുമ്പോൾ ഇതെനിക്ക് ആവശ്യമുള്ളതാണോ? അതായത് 3 തരത്തിൽ അതിനെ തരംതിരിക്കാം. ഇത് നീഡാണോ, വാണ്ടാണോ, ഗ്രീഡാണോ? അത് ആവശ്യമാണോ, ആഗ്രഹമാണോ, അത്യാഗ്രഹമാണോ? ഈ 3 വകുപ്പിലും ഇത് പെടാം. അപ്പോൾ അതിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക, അതിൽ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല. എന്നാൽ ചിലരില്ലേ, വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങുന്നു, അതേ സാധനം തന്നെ വില കുറച്ച് നമുക്ക് കിട്ടും, പക്ഷെ ഇവർ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കാറുള്ളൂ. ഇവരുടെ ഒരു തോന്നൽ എന്താണെന്നോ, ഇതൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ള ചിന്ത. അതുപോലെ ആഡംബര കാറിലൊക്കെ വന്നിറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ വലിയ ആളുകളായിട്ട് കരുതും, അവർക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടാകും, അവരുടെ അംഗീകാരം കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇത് ലോൺ എടുത്തായിരിക്കും വാങ്ങുന്നത് അവസാനം. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്നോ, വലിയ സാമ്പത്തികമില്ലാത്ത ആളുകൾക്കറിയാം ഇയാൾക്ക് വലിയ സാമ്പത്തികമില്ലാന്ന്, അയാൾ വളരെ അത്യാർഭാടമായിട്ട് വിവാഹം നടത്തുന്നു. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. നമ്മളങ്ങനെ കണ്ടിട്ടില്ലേ, ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വരുമാനമില്ലാത്ത ചിലരൊക്കെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വലിയ കാറിൽ വരുന്നു, വലിയ ആഡംബരം കാണിക്കുന്നു. അപ്പം മറ്റുള്ളവർ അവരെ പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ആ പരിപാടി നമുക്ക് വേണ്ട. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് നമ്മൾ എന്തിനാണ് ഈ സമ്മർദ്ദത്തിലാകുന്നത്? 5ാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ പണവും സ്വത്തും ഒക്കെ ഉള്ളത് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി മാറും. അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ വില്ലെഴുതുന്നതിൽ അലംഭാവം കാണിച്ചാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളൊരു തെറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വില്ലെഴുതിയില്ല എന്ന് വെച്ചാൽ അതൊരു കുറ്റകൃത്യമൊന്നുമല്ല. പക്ഷേ വില്ലെഴുതാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. വില്ലെഴുതാതെ മാതാപിതാക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമാണ്. ഇതൊക്കെ വലിയ സമ്മർദ്ദങ്ങളല്ലേ? ഇവരെല്ലാവരും സ്ട്രെസ്ഡ് ആകുകയല്ലേ? ഇത് മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാമല്ലോ. ബുദ്ധിയും ബോധവും വിവേകമൊക്കെ ഉള്ള സമയത്ത് ഇതെഴുതി ഇത് രജിസ്റ്റർ ചെയ്യുക, ന്യായമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ചിലർ സമ്മർദ്ദത്തിലാകുന്നത് എങ്ങനെയാണെന്നോ, ഇവർ വില്ലെല്ലാം എഴുതും, മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും, അങ്ങനെ ഒന്നുമില്ലാതായി സ്ട്രെസ്ഡായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എനിക്ക് അറിയാവുന്ന ചില ആളുകളുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളുണ്ട്. മക്കൾക്കെല്ലാം ഭാഗിച്ചു കൊടുത്തു, മക്കളെല്ലാം വാങ്ങി സ്ഥലം വിട്ടുപോയി, അവസാനം വലിയ ഗതികേടിലാകുന്ന അവസ്ഥ. സ്വത്തും പണമൊക്കെ ഉള്ളവരാണ്, ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ച് ഗതികേടിലാകുകയാണ്. ആവശ്യമില്ലാത്ത കുറേ സെൻറ്റിമെൻറ്റ്സ്. മകളല്ലേ, മകനല്ലേ? ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പണം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നിരന്തരം നമ്മളെ സ്ട്രെസ്ഡ് ആക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് പണം. അത് ജീവിതത്തിലൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അത് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതിനെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.